ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള വീട്ടിലാണ് കേട്ടോ. നമ്മുടെ കയ്യിലൊരു 800 ഉണ്ട് കേട്ടോ. അപ്പോൾ ആ വണ്ടി നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. ബ്രദറിൻ്റെ വണ്ടിയാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ വണ്ടി ഒന്ന് പുറത്തിറക്കി ഒന്ന് കഴുകിയിട്ട് വണ്ടി വീട്ടിലിട്ടൊന്ന് പോളിഷ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പം ഈ കിടക്കണേ കേട്ടോ വണ്ടി. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി അങ്ങനെ പോളിഷൊന്നും ചെയ്തിട്ടില്ല. ചെറുതായിട്ടൊക്കെ നമ്മുടെ ഓട്ടോകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വണ്ടി ഒന്ന് കഴിയതിന് ശേഷം അടിപൊളിയായിട്ടൊന്ന് പോളിഷ് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ 800 പോളിഷ് ചെയ്യുന്ന കുറച്ച് കാഴ്ചകളും മറ്റു വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ മാക്സിമം പുറം പോളിഷ് ചെയ്യണം, പിന്നെ ഇൻറ്റീരിയലൊക്കെ ഒന്ന് ഡാഷ്ബോർഡൊക്കെ ഒന്ന് നോക്കണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇതാട്ടോ നമ്മുടെ വണ്ടി, 2008 മോഡലാട്ടോ. വണ്ടി അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, വണ്ടി ഇങ്ങനെ കിടപ്പാണ്. വണ്ടിയുടെ ബോണറ്റൊക്കെ നോക്കി നിറച്ചഴുക്കാണ്. ടോപ്പ് കാണിച്ചു തരാം. ഇതുണ്ടോ, നിറച്ചഴുക്കാണ് വണ്ടിയൊക്കെ. വണ്ടി നമ്മളിപ്പോൾ ഏകദേശം എടുത്തിട്ട് 1 മാസത്തിലൊക്കെ മേളിലായിട്ടുണ്ട്. 8 കാലി വലയൊക്കെ പിടിപ്പിച്ച് വെച്ചേക്കണേ കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയലൊക്കെ ആട്ടോ ഈ കാണുന്നത്. ടോപ്പൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ ഡാഷ്ബോർഡൊക്കെ ആണെങ്കിലും ജസ്റ്റ് പൊടിയേ ഉള്ളൂ. പിന്നെ പ്ലാറ്റ്ഫോമൊക്കെ കുറച്ച് പൊടിയും അഴുക്കും ഉണ്ട് കേട്ടോ. ഇതൊന്ന് തുടച്ച് നീറ്റായിട്ട് എടുക്കണം. കേസ് അപ്പോൾ നമ്മൾ വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഒന്ന് നമുക്ക് നൈസായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് പോളിഷിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ. കേസ് അപ്പോൾ നമ്മൾ വണ്ടി നനയ്ക്കണതിന് മുമ്പ് തന്നെ ആ പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ നൈസായിട്ട് ആ പൊടിയും മണലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഫ്രണ്ടും അതുപോലെ ബാക്കും നമ്മൾ പ്ലാറ്റ്ഫോം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നനയ്ക്കണതിന് മുമ്പ് ചെയ്തില്ലെങ്കിൽ ചെളിയാവും, അത് സീനാവും. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ വണ്ടി കഴുകാനുള്ള പരിപാടി നോക്കാം. ഈ വിമ്മിൻ്റെ ഒരു ഡിഷ് വാഷിൻ്റെ ഒരു ജെല്ലാട്ടോ. അപ്പോൾ അത് നമ്മൾ ഡൈലോട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ ഇതാട്ടോ വണ്ടി കഴുകാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ വണ്ടിയൊക്കെ കഴുകി കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണേ. ഇനി അതിൽ വല്ല കെമിക്കലൊക്കെ ആയിട്ടേ നല്ല മോഡലുള്ള വണ്ടിയൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം വല്ല സീനൊക്കെ വരും. അപ്പോൾ അതൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കഴുകണത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മൊത്തം ഒന്ന് പതപ്പിക്കണം. അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയൊക്കെ കഴുകുമ്പോൾ ഉണ്ടല്ലോ, ഈ ടോപ്പിൽ നിന്ന് കഴുകി താഴേക്ക് ഇറങ്ങുവാണെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറായിരിക്കും കേട്ടോ. ആദ്യം ടോപ്പ് മൊത്തം കഴുകുക, അത് കഴിഞ്ഞ് ഫ്രണ്ട് ഗ്ലാസ്, പിന്നെ ഇങ്ങനെ ബോണറ്റ്, പിന്നെ ഒരു സൈഡ്, അപ്പുറ സൈഡ്, ബാക്ക്. ഒരു മടുപ്പൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. ഓക്കെ. കേസ് ഇപ്പോൾ വണ്ടി നമ്മളൊരു 10-25 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് ഗ്ലാസ്, ടോപ്പ്, ബോണറ്റ്, സൈഡ്, അതുപോലെ നമ്മുടെ ടയറുകൾ ഒക്കെ നല്ല സെറ്റപ്പായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. വണ്ടി ഒരു ചെറിയ മങ്ങലിലല്ലേ കിടക്കണം. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയൊരു തിളക്കം. ആ ഗ്ലാസ്സൊക്കെ ആണെങ്കിലും ഇൻസൈഡ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇച്ചിരി മുഷിഞ്ഞൊക്കെ ഇരിക്കുന്നത്. നല്ല രീതിക്ക് വണ്ടി ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ പോളിഷ് തുടങ്ങാൻ. ഞാൻ ആദ്യമായിട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. ചെറിയ രീതിക്കൊക്കെ ചെറിയ പോർഷനുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ്.
വീട്ടിലേക്ക് കിട്ടി. മെഷീനൊന്നും ഇല്ല കേട്ടോ, മെഷീനുണ്ട്, എന്നാലും നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് റഫായിട്ടൊന്ന് ചെയ്യണുള്ളൂ കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഇതാണ് കേട്ടോ, പ്രീമിയം ലിക്വിഡ് വാക്സ്. അപ്പോൾ നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങിയേക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ പോളിഷിങ് തുടങ്ങാൻ പോകാം കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് വൈറ്റ് കളറുള്ള വേസ്റ്റ് എടുത്തു കേട്ടോ. ഇനി ഈ വേസ്റ്റിനകത്തേക്ക് നമ്മൾ 3mm ഈ ലിക്വിഡ് ഇങ്ങനെ അങ്ങ് ഒഴിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വണ്ടിയുടെ ടോപ്പേക്കട മൊത്തം വരട്ടാൻ പോകും കേട്ടോ. നമ്മൾ ടോപ്പിൽ ഒരു കോട്ട് അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുണ്ടോ, ഇച്ചിരി അധികം വേസ്റ്റ് എടുത്തിട്ട് കേട്ടോ നമുക്ക് റബ്ബ് ചെയ്യേണ്ടത്. നൈസായിട്ടൊന്ന് ഒന്ന് വലിയട്ടെ, അതിന് ശേഷം നമുക്ക് റബ്ബ് ചെയ്യാം. ഓക്കെ ടോപ്പിലെ പരിപാടി തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോണറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബോണറ്റും അപ്ലൈ ചെയ്തു. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇതുണ്ട് വേസ്റ്റ് ഇട്ട് ഒന്നാണ് പിടിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബോണറ്റും പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആവറേജ് ഒരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിക്കിയുടെ അങ്ങോട്ട് പോകാം. അപ്പോൾ ടോപ്പ്, ബോണറ്റ്, ഇനിയിപ്പോൾ ഡിക്കി ചെയ്യാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ ഡിക്കിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവറേജ് ഒരു ഇളക്കം കാണുന്നില്ലേ. നമ്മൾ ബാക്കി ഡിക്കിങ്ങളെ ടെയിൽ ലാമ്പൊക്കെ ഉൾപ്പെടെ അങ്ങോട്ട് പോളിഷ് ചെയ്തെടുത്തട്ടോ. അപ്പോൾ നമുക്കിനി കവള്, ഫ്രണ്ട് ഡോറ്, ബാക്ക് ഡോറ്, ഈ ഒരു പോർഷൻ അതിങ്ങളെ ചെയ്തെടുക്കാം കേട്ടോ. കേസ് അപ്പോൾ നമ്മൾ ഇനി അപ്പുറത്തെ സൈഡ് ചെയ്യാൻ പോകാട്ടോ. അപ്പോൾ ഏകദേശം തീരാൻ പോകാട്ടോ. അപ്പോൾ നമ്മുടെ 800-ൻ്റെ പോളിഷിങ് അങ്ങനെ ഏകദേശം തീർന്നേക്കും കേട്ടോ. ഇനിയിപ്പോൾ ഈ ബാക്കിലെ ബമ്പറും അതുപോലെ ഫ്രണ്ടിലെ ബമ്പറും അകത്തെ ഈ ഡാഷ്ബോർഡൊക്കെ നമുക്ക് ഡാഷ്ബോർഡ് ക്ലീനർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ടിലെ ഈ ബമ്പറും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഡാഷ്ബോർഡ് ക്ലീനർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് യൂണിഫോം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡാഷ്ബോർഡ് ക്ലീനർ ഇങ്ങനെ നൈസായിട്ട് ഇത് കുറച്ചിങ്ങനെ വെളിയിൽ പറ്റി. സ്ട്രോബെറിയുടെ സ്മെല്ലാട്ടോ.
അപ്പോൾ നമുക്ക് ഇനി സൈഡിൽ കൂടെ ഉള്ള ആ ബീഡിങ്ങും സൈഡ് മിററും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. നല്ലൊരു ഫ്രഷ്നെസ് കാണുന്നുണ്ടോ. കേസപ്പോൾ നമുക്ക് ടയറും കൂടെ ചെയ്തേക്കാം കേട്ടോ. സംഭവമുണ്ട്. കേസപ്പോൾ നമ്മൾ ആ ബമ്പർ നമ്മുടെ പോളിഷ് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡാഷ്ബോർഡ് ക്ലീനർ വെച്ച്. അതുപോലെ നമ്മൾ ആ സൈഡിൽ കൂടെ ഉള്ള ബീഡിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ടയറിൻ്റെ ആ സൈഡും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതപ്പോൾ ഉള്ളവിടെ പുത്തൻ ടയറാണ് കേട്ടോ. അതുകൊണ്ടൊരു ഫ്രഷ്നെസ് ഉണ്ട്. നമ്മൾ ആ ലിക്വിഡ് വെച്ചിട്ടേ ഒന്നുകൂടെ ഒന്ന് നൈസായിട്ടൊന്ന് കറുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫ്രണ്ടിലെ ബമ്പറും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലെ ടയറും പൊളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബീഡിങ്, 2 ഡോറയിലും ബീഡിങ്ങും ഈ ടയറും കൂടെ കറുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഡാഷ്ബോർഡും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. കേസപ്പോൾ നമ്മൾ ഡാഷ്ബോർഡ് അങ്ങനെ നല്ല കിട്ടിലനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപാടികളെല്ലാം ഏകദേശം തീർന്നു. കേസപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് പോളിഷിങ് കഴിഞ്ഞേക്കുവാണ് കേട്ടോ. അപ്പം അത്യാവശ്യമൊക്കെ നമ്മുടെ വണ്ടി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലിയ രീതിക്കൊന്നും റബ്ബ് ചെയ്തില്ല കേട്ടോ. നൈസായിട്ടൊക്കെ ഒന്ന് ചെയ്തോളൂ. അപ്പോൾ എന്താണെങ്കിലും ഈ കാണുന്ന ഒരു ക്വാളിറ്റിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് നമ്മൾ നൈസായിട്ട് നമ്മുടെ ആ വണ്ടി കഴുകുന്ന ലിക്വിഡ് തന്നെ വെച്ച് ഒന്ന് തുടച്ചിട്ട് നമ്മൾ പേപ്പർ ഇട്ട് റബ്ബ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയൽ എന്ന് പറയുമ്പം സീറ്റൊന്നും നമ്മൾ തുടച്ചൊന്നുമില്ല കേട്ടോ. സ്റ്റിയറിംഗ് വീല് അതുപോലെ ആ ഡാഷ്ബോർഡ് ഒക്കെ നമ്മൾ മറ്റേ ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മാറ്റൊക്കെ നമ്മളൊന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടിക്ക് അകത്ത് കിടന്ന മാറ്റൊക്കെ നമ്മൾ നൈസായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി മറ്റു കാര്യങ്ങളൊന്നും തുടക്കുകയൊന്നും ചെയ്തിട്ടില്ല. വലിയ അഴുക്കൊന്നുമില്ല. അതുകൊണ്ട് ഉണ്ടോ നമ്മുടെ ആ ഡാഷ്ബോർഡൊക്കെ അത്യാവശ്യം ഒരു തിളക്കമില്ലേ, അത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും നമ്മൾ ആ മാറ്റൊക്കെ ഒന്ന് തുടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഒരു തിളക്കമില്ലേ. ഇത് നല്ല രീതിക്ക് നമ്മൾ മെഷീനൊക്കെ വെച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൊളിയായിട്ട് സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഏകദേശം തീർന്നേക്കുമാണ്. ഈ കാണുന്നൊരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ വണ്ടി കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ടോപ്പൊക്കെ അത്യാവശ്യം ഒരു തിളക്കമൊക്കെ ഇല്ലേ. ബോണറ്റൊക്കെ ആണെങ്കിലും നല്ല ഒരു സെറ്റായി കിട്ടിയിട്ടുണ്ട്. ബമ്പറൊക്കെ ഒരു പുത്തൻ ബമ്പറിൻ്റേതായ ഒരു സെറ്റപ്പൊക്കെ ആയിട്ടില്ലേ, നോക്കി ഒരു തിളക്കമില്ലേ. അപ്പം ഇന്നത്തെ പരിപാടി ഏകദേശം തീർന്നിട്ടുണ്ട്. ഈസപ്പോൾ നമ്മുടെ വണ്ടിയുടെ പോളിഷിങ്ങൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ടയേർഡാണ്. ഒരു 2-3 മണിക്കൂർ ഏതായാലും നമ്മൾ എഫർട്ട് എടുത്തതിനുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.